അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇലാഹുക്കും ഇലാഹും വാഹിദുൻ ഫലഹു അസ്ലിമൂ വബശ്ശിരിൽ മുഖ്ബിതീൻ. സദഖല്ലാഹ്. ബഹുമാന്യരായ ഹാജിമാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കുന്ന അല്ലെങ്കിൽ നിർവഹിക്കേണ്ടുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. എന്നാലും നിങ്ങളോട് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയും നിങ്ങൾ മക്കയിലെത്തിയിട്ടില്ല, ഹജ്ജും ഉംറയൊന്നും നിർവഹിച്ചിട്ടില്ല, അതിനുള്ള മഹാസൗഭാഗ്യത്തിനു വേണ്ടി ഇനിയും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. കാരണം എത്രയോ ആളുകളെ നമുക്കറിയാം, ലിസ്റ്റിൽ പേര് വന്നു, എല്ലാവരോടും വിവരങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ സന്ദർഭവശാൽ പോകാൻ സാധിക്കാതെ വരുന്ന ഒരുപാട് ആളുകളെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മഹാസൗഭാഗ്യത്തിന് ഇപ്പോൾ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ആ കർമ്മങ്ങൾ കൃത്യമായും ഭംഗിയായും നിർവഹിച്ച് തിരിച്ചു വരാനുള്ള മഹാസൗഭാഗ്യത്തിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം എന്നതാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും ആളുകൾക്ക് ആകാംക്ഷയാണ്, ഭയപ്പാടാണ്. എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുക എന്നതിനെക്കുറിച്ച് ആലോചിച്ച് യാതൊരു ബേജാറും വേണ്ടതില്ല. പലപ്പോഴും ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് ആകെ ആശയക്കുഴപ്പത്തിലായ ആളുകളെ കാണാറുണ്ട്. വിവിധ ബുക്ക് സ്റ്റാളുകളിൽ ചെന്ന് ഹജ്ജിനെപ്പറ്റി ഉംറയെപ്പറ്റിയുള്ള പുസ്തകങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വലിയ വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കൊണ്ടുവന്നിട്ട് അത് വായിച്ച് ആകെക്കൂടി ബേജാറാവുന്ന ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഹജ്ജ് എന്ന് പറയുന്നത്, ഉംറ എന്ന് പറയുന്നത് വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ് എന്നും അതിനു വേണ്ടി മെനക്കെട്ടിരുന്ന് കാണാതെ പഠിക്കേണ്ടുന്ന വലിയ ദിക്റുകളോ ദുആകളോ ഇല്ല എന്നതും ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. ഞാൻ സാധാരണ ഹജ്ജിൻ്റെ ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിലെ ഏതൊരു കാര്യങ്ങളെയും പോലെ തന്നെ ആ കർമ്മം എന്താണ് എന്നും എന്തിനാണ് എന്നും അതെങ്ങനെയാണ് എന്നും 3 സ്റ്റെപ്പായിട്ടാണ് പറയാറുള്ളത്. നിങ്ങൾക്കും ആലോചിച്ചാൽ മനസ്സിലാകും. എന്താണ് ഹജ്ജ് എന്നും എന്തിനാണ് ഹജ്ജ് എന്നും എങ്ങനെയാണ് ഹജ്ജ് എന്നും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കാരണവും പറയാം. എന്താണ് നമസ്കാരമെന്നും എന്തിനാണ് നമസ്കാരമെന്നും മനസ്സിലാക്കിയ ശേഷം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് പഠിച്ച് ഒരാൾ നമസ്കരിക്കുന്നതും, നമ്മുടെ വീട്ടിലെ കുട്ടികൾ നമ്മുടെ കൂടെ പള്ളിയിലേക്ക് ജമാഅത്തിന് വന്നിട്ട് ഇമാമോ നമ്മളോ കാണിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരവും രണ്ടും ഒരുപോലെയാണോ? അല്ലല്ലോ. എന്താണ് നോമ്പ് എന്നും എന്തിനാണ് നോമ്പ് എന്നും മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത് എന്നുകൂടി പഠിച്ച് കൃത്യമായി ആ നോമ്പ് നോൽക്കുന്നതും, നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളെ താല്പര്യപൂർവ്വം നമ്മൾ പറഞ്ഞ് എണ്ണം പിടിക്കാനൊക്കെ വേണ്ടി അവർ നമ്മൾ നോൽക്കുന്നത് പോലെ നോൽക്കുന്ന നോമ്പും ഒരുപോലെയാണോ? അല്ല. എങ്കിൽ എന്താണ് ഹജ്ജ് എന്നും എന്തിനാണ് ഹജ്ജ് എന്നും പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയാണ് ആ ഹജ്ജ് നിർവഹിക്കേണ്ടത് എന്നുകൂടി പഠിച്ചിട്ട് ആ കർമ്മം നിർവഹിക്കുന്നതും, അല്ലാതെ എല്ലാവരും പോകുന്നു, ആ കൂടെ പോയി എല്ലാവരും കാണിക്കുന്നത് പോലെയൊക്കെ കാണിച്ച് തിരിച്ചു വന്നു, ആ ഹജ്ജും നേരത്തെ പറഞ്ഞ ഹജ്ജും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങുന്നത് എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്തിനാണ് ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ടാണ്.
മൂന്നാമത്തെ ഘട്ടമായിട്ട് എങ്ങനെയാണ് ഹജ്ജ് എന്നുകൂടി നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഈ കൂട്ടത്തിൽ നേരത്തെ ഹജ്ജോ ഉംറയോ നിർവഹിച്ച ആളുകളുണ്ടാവുമല്ലോ. കൈപൊക്കാൻ പറഞ്ഞാൽ കാണാം. അതെ, കുറേ ആളുകൾ ഉംറ നിർവഹിച്ച ധാരാളം ആളുകളുണ്ടാകും. ഹജ്ജിന് പോയ ആളുകളും ഈ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിന് പകരം ഞാൻ ചോദിക്കുകയും നിങ്ങൾ പറയുകയും ചെയ്യുകയാണ് എങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും നമുക്ക് കാര്യങ്ങൾ. അപ്പോൾ പോയ ആളുകൾ ഒന്ന് സഹകരിക്കണം. ഓക്കെ ആണോ? ശരി, തുടങ്ങാം നമുക്ക്. എന്താണ് ഹജ്ജ്? ചില ആളുകളൊക്കെ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. പാസ്പോർട്ട് കൊടുത്തു, ക്യാഷ് അടച്ചു, എല്ലാവരോടും വിവരങ്ങളൊക്കെ പറഞ്ഞു, ഇനിയാണ് ആലോചിക്കുന്നത് എന്താണ് ഹജ്ജ് എന്ന്. നിങ്ങൾക്ക് പറയാം. ശരി, പറയൂ, എന്താണ് ഹജ്ജ്? അത് ഒരു ഇബാദത്താണ്. ശരിയാണ്. എന്താണ് നമസ്കാരം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അതൊരു ഇബാദത്താണ് എന്നാണല്ലോ പറയുക. എന്നതുപോലെ എന്താണ് നോമ്പ്, എന്താണ് സക്കാത്ത്, എന്താണ് ഹജ്ജ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഒന്നാമത്തെ മറുപടി അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ് എന്നതാണ്. അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട കർമ്മമാണ്. ഇബാദത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് വെക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്നാണല്ലോ നമ്മൾ കരുതുക. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് എന്നതുപോലെ ഹജ്ജും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഒരു ഇബാദത്താണ്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കി ചെയ്യണം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇബാദത്താണ്. ഈ ഇബാദത്ത്, അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇബാദത്ത് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു ആരാധനാകർമ്മമാണ്. എല്ലാ ആരാധനാകർമ്മങ്ങളും എല്ലാവർക്കും നിർബന്ധമില്ല. ഹജ്ജ് ആർക്കാണ് നിർബന്ധമുള്ളത്? ഹജ്ജ് എന്ന ഇബാദത്ത് ആർക്കാണ് നിർബന്ധമുള്ളത്? സാമ്പത്തികമുള്ള ആളുകൾക്ക്, ആരോഗ്യമുള്ള ആളുകൾക്ക്. പിന്നെ എന്നാൽ അള്ളാഹു പറഞ്ഞത് ഒറ്റ കാര്യമാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. ആരാ ഹജ്ജ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ മദ്രസയിലൊക്കെ ചൊല്ലി പഠിച്ചിട്ടുണ്ടാവും. തടിയാലും മുതലാലും വഴിയാലും ഒത്ത ആളുകൾ ഹജ്ജ് ചെയ്യണം എന്നാണ്. ഇതിൽ പറയുന്ന തടിയോ മുതലോ ഒന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞത് വഴി മാത്രമാണ്. വഴിയൊത്തവർക്കാണ് ഹജ്ജ്. ആരോഗ്യമുള്ളവർക്കാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്ത ഒരാൾ ഹജ്ജ് നിർബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ അയാൾ ഹജ്ജ് ചെയ്യണ്ടെന്ന് വെക്കാൻ പറ്റുമോ? സാമ്പത്തികമാണ് മാനദണ്ഡമെങ്കിൽ, സമ്പത്തുള്ളവർ മാത്രമാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന നിബന്ധനയുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ സന്ദർഭവശാൽ മക്കയിൽ എത്തിപ്പെട്ട് ഹജ്ജിന് അവസരം കിട്ടിയാൽ അയാൾ സാമ്പത്തികമില്ല എന്നതിൻ്റെ പേരിൽ ഹജ്ജ് ചെയ്യാതിരിക്കണോ? വേണ്ട, ഹജ്ജ് ചെയ്യണം. അള്ളാഹു പറഞ്ഞത് അവിടെ എത്തിച്ചേരാൻ കഴിവുള്ളവർക്ക് ഹജ്ജ് നിർബന്ധമാണ്. അത് ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ ആരോഗ്യം വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ സാമ്പത്തികം അതിനേക്കാൾ വലിയ വിഷയമാണ്. അതേതായാലും ഇതെല്ലാം ഒത്തുചേർന്ന് ഗവൺമെൻറ്റിൻ്റെ അനുവാദം വലിയൊരു വിഷയമാണ്. അങ്ങനെ അതെല്ലാം കൂടി കിട്ടി നമ്മളവിടെ എത്തിച്ചേരാൻ നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമാണ്. പിന്നെ ഇബാദത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇബാദത്ത് ചെയ്യണമെങ്കിൽ തഖ്വ വേണം. ഇബാദത്ത് ചെയ്താലോ തഖ്വ വർദ്ധിക്കുകയും വേണം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഒരുക്കി കൊണ്ടുപോകേണ്ട വിഭവങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ വിഭവമാണ് തഖ്വ. ഫതസവ്വദൂ
ഫഇന്ന ഖൈറ സാദി അത്തഖ്വ. നിങ്ങൾ വിഭവം കുറേ ദിവസങ്ങൾക്കുള്ള യാത്രയാണ്, കുറേ ദൂരേക്കുള്ള പോക്കാണ്. അപ്പം നിങ്ങൾ വിഭവങ്ങളൊക്കെ ഒരുക്കി കൊണ്ടുപോകണം. പക്ഷെ അങ്ങനെ ഒരുക്കി കൊണ്ടുപോകുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായ വിഭവം തഖ്വയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത് ഏത് കടയിലാണ് കിട്ടുക? നമ്മൾ സാധാരണ ഹജ്ജ് ക്ലാസ്സൊക്കെ നടക്കുന്നിടത്ത് ചില കടകളുടെ പരസ്യങ്ങളും നോട്ടീസുകളൊക്കെ ഉണ്ടാകും. ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ കടയിൽ കിട്ടുമെന്ന് പറഞ്ഞ കൂടെ ലിസ്റ്റും ഉണ്ടാവും. 100 101 സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് ഉണ്ടാവാറുണ്ട്. മുട്ടുസൂചി മുതൽ അതിലെഴുതും. എന്നാൽ ഈ തഖ്വ എന്ന് പറയുന്ന ആ ലിസ്റ്റ് കാണൂല. അത് ഏത് കടയിലാണ് കിട്ടുക? കോഴിക്കോട്ടോ കൊച്ചിയിലോ എവിടെയെങ്കിലുമുള്ള കടയിൽ കിട്ടുമോ? കിട്ടൂല. അപ്പോൾ എന്താണ് തഖ്വ? അള്ളാഹു നമ്മോട് പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ച സാധനം ഇല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് എന്താണ് എന്ന് പഠിക്കണം. എന്താണ് തഖ്വ എന്ന് പറയുന്നത്? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നൊരു സംഗതി, ഒറ്റ സെൻറ്റൻസിൽ അത് പറയാം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുവാനുള്ള ബോധവും അഥവാ നന്മകൾ ചെയ്യാനുള്ള ബോധവും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുവാനുള്ള ബോധവും അഥവാ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ബോധവും, ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. എന്താണ് തഖ്വ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനുള്ള ബോധം, അതിൻ്റെ മറുഭാഗം അള്ളാഹു വിരോധിച്ച തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ബോധം. ഇത് രണ്ടുമാണ് തഖ്വ. അതുകൊണ്ട് തന്നെ അത് കടയിൽ കിട്ടൂല. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തഖ്വ ഹാഉനാ, അത്തഖ്വ ഹാഉനാ, തഖ്വ ഇവിടെയാണ്, ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ മനസ്സിലാണ് തഖ്വ വേണ്ടത്. അതുകൊണ്ടാണ് വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പം അള്ളാഹു പറഞ്ഞത് വലിബാസു തഖ്വ ദാലിക ഖൈർ. ആദമിൻ്റെ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നത മറക്കാനും നിങ്ങൾക്ക് അലങ്കാരത്തിനുമൊക്കെയുള്ള വസ്ത്രങ്ങൾ നാം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കൂടെ അള്ളാഹു പറയാണ് വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വയാകുന്ന വസ്ത്രമാണ് ഉത്തമമായ വസ്ത്രം എന്ന്. അതുകൊണ്ടാണ് നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന തഖ്വ വഴി നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹൃദയത്തെ നമ്മൾ തഖ്വയാകുന്ന വസ്ത്രം കൊണ്ട് പുതപ്പിച്ച ശേഷമാണ് പെരുന്നാളിന് ശരീരത്തിൽ പുതുവസ്ത്രം അണിഞ്ഞ് നമ്മൾ പോകുന്നത് ഈദ്ഗാഹുകളിലേക്ക്. എല്ലാ ആരാധനാ കർമ്മങ്ങളുടെയും ലക്ഷ്യം ഈ ഒരു തഖ്വ ബോധം നേടിയെടുക്കലാണ്. എന്തിനാണ് നോമ്പ് നോൽക്കുന്നത്? അള്ളാഹു എന്നെ പറഞ്ഞ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കാൻ എന്നാണ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിടത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം മ്ലേച്ഛമായ അനിഷ്ടകരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ തടുക്കണം. തഖ്വയുടെ ഒരു ഭാഗമാണത്. എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോധമുണ്ടാക്കിയെടുക്കാനാണ് ആരാധനകളെങ്കിൽ ആ ആരാധന ചെയ്യാനും തഖ്വ വേണം, ചെയ്താൽ അത് വർദ്ധിക്കുകയും വേണം. അപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ തഖ്വ കൊണ്ടുപോകണം, തിരിച്ചു വരുമ്പോഴോ ആ തഖ്വ അവിടെ വെച്ചിട്ട് പോരുക അല്ല. ആ തഖ്വ പൂർവാധികം ശക്തിപ്പെടുത്തി വേണം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനമാണ് പറഞ്ഞത്. അതല്ല, ഒന്നാമത്തെ നമ്മുടെ എന്താണ് ഹജ്ജ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇബാദത്താണ് എന്നത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ചോദിക്കുക നിങ്ങളോട്, നിങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ടല്ലോ, എന്താണ് ഈ ഹജ്ജ്? ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും, വല്യപ്പ ഹജ്ജിന് പോവുകയാണ്, എന്താണ് ഇപ്പോൾ ഹജ്ജ്? നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ എന്താണ് ഹജ്ജ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താ പറയുക? പറയൂ. അതെ, ഇസ്ലാം കാര്യങ്ങളിൽ 5-ാമത്തേതാണ് ഹജ്ജ് എന്നതാണ്. ഇസ്ലാം കാര്യത്തിൽ 5-ാമത്തേതാണ് ഹജ്ജ് എന്ന് പറയുമ്പോൾ ബാക്കി 4 നമുക്കറിയാം. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്.
എന്താണ് ആ ഓർഡർ? ഒന്നാമത്തേത് ഏതാ? ഷഹാദത്താണ്. എന്താ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമല്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന വിശ്വാസമല്ല, അത് പറയലുമല്ല. ഈ വിശ്വാസം നമുക്ക് എവിടെ ഉണ്ട്? ഈമാൻ കാര്യങ്ങളിലുണ്ട്. ഇസ്ലാം കാര്യങ്ങളിൽ വിശ്വാസമല്ല, കർമ്മമാണ്, പ്രവർത്തനമാണ്. നമസ്കാരം പ്രവർത്തനമാണ്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പ്രവർത്തനമാണ്. എങ്കിൽ ഒന്നാമത്തെ ഷഹാദത്തോ? അതും പ്രവർത്തനമാണ്. എന്താണ് ഈ പ്രവർത്തനം? അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെയാണ് ഷഹാദത്ത് എന്ന് പറയുക. അപ്പോൾ ഇത് എപ്പോഴാണ് വേണ്ടത്? നമസ്കാരം 5 നേരം മതി, നോമ്പ് വർഷത്തിൽ 1 മാസം മതി, ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മതി. ഷഹാദത്തോ? ഷഹാദത്ത് ജീവിതത്തിലുടനീളം വേണ്ടതാണ്. ജീവിതത്തിലുടനീളം വേണ്ടതാണ് ഷഹാദത്ത്. ഇതാണ് ഒന്നാമത്തേത്. ഇത് ഒന്നാമതായി എണ്ണാനുള്ള കാരണം എന്താ? അതില്ലെങ്കിൽ ബാക്കിയുള്ളതിനൊന്നും വലിയ പ്രസക്തിയില്ല. 2, 3, 4, 5 വലിയ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് അതിനെ ഒന്നാമതായി കൊണ്ടുവച്ചിരിക്കുന്നത്. ഹജ്ജിലുടനീളം ഈ ഷഹാദത്ത് നമ്മൾ പ്രാവർത്തികമാക്കുന്നത് കാണാം. തെൽബിയത്തിലൊക്കെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്, അള്ളാഹുവെ നീ അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല എന്ന്. ഹജ്ജിൻ്റെ ഓരോ കർമ്മവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പ്രവാചകൻ പറഞ്ഞില്ലേ, ഖുദൂ അന്നീ മനാസിക്കക്കും, ഇതിലെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക, എന്നിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പം നബിയെ പിൻപറ്റുന്നു, നബി റസൂലായതുകൊണ്ട്, പ്രവാചകനായതുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. ചില സംഗതി നമ്മൾ ചെയ്യാതിരിക്കുന്നത് അത് നബി ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അവിടെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്തേ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരാൾ ചോദിച്ചാൽ നമുക്കുള്ള മറുപടി എന്താ? മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചെയ്തത് എന്നതാണ്. അപ്പോൾ ആ നിലക്ക് ഹജ്ജിൽ നമുക്ക് ഒന്നാമത്തെ ഷഹാദത്തിൻ്റെ പൂർത്തീകരണം അതങ്ങനെ തന്നെ കാണാൻ സാധിക്കും. ഹജ്ജിൽ മാത്രം പോരാ, അത് ജീവിതത്തിലുടനീളം വേണ്ടതാണ്. രണ്ടാമത്തേത് ഏതാ? രണ്ടാമത്തേത് നമസ്കാരമാണ്. നമുക്കറിയാം അത് 5 നേരവും നിർബന്ധമാണ്. അപ്പോൾ ഒന്നാമത്തേതുള്ള ആൾക്കാണ് എന്തുള്ളത്? രണ്ടാമത്തെ നമസ്കാരം നിർബന്ധമുള്ളത്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമ്മൾ ഹജ്ജിൻ്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. നമസ്കാരമൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. എന്താണ് നമസ്കാരമെന്നും എന്തിനാണ് നമസ്കരിക്കുന്നത് എന്നും എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്നും ഒക്കെ കൃത്യമായി പഠിച്ചറിഞ്ഞ് തന്നെയാണ് നിർവഹിക്കേണ്ടത്. ആ നമസ്കാരത്തിലൊക്കെ ചെല്ലുന്ന ഓരോ ദിക്റുകളുടെയും ദുആകളുടെയും അർത്ഥമൊക്കെ മനസ്സിലാക്കി മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമ്മൾ മെനക്കെടണം. എന്നിട്ട് ദിവസവും 5 നേരം പടച്ചവൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നത് അറിഞ്ഞുകൊണ്ട് പറയണം. അപ്പോഴേ നമസ്കാരത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഏതായാലും ഷഹാദത്തും നമസ്കാരവും കഴിഞ്ഞാൽ മൂന്നാമത്തേത് ഏതാ? നമുക്ക് സംശയമാണ്, നോമ്പാണോ സക്കാത്താണോ എന്ന്. മൂന്നാമത്തേത് സക്കാത്താണ്. നമസ്കാരത്തെയും സക്കാത്തിനെയും ചേർത്താണ് മിക്ക സ്ഥലത്തും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. സമ്പത്തിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. വിളവിനും മറ്റ് ചില അളവുകളുമുണ്ട്. എന്തായാലും വളരെ തുച്ഛമായ ഒരു ഓഹരി മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ ശുദ്ധീകരിക്കുന്ന ഒരു സംഗതിയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് കൃത്യമായി കൊടുക്കണം. കൊടുക്കാതിരുന്നാലുള്ള അവസ്ഥയൊക്കെ നമുക്കറിയാം. നാളെ പരലോകത്ത് സ്വർണവും വെള്ളിയൊക്കെ ദുനിയാവിൽ കൂമ്പാരമായി കൂട്ടിവെച്ച് അതിൻ്റെ കൃത്യമായ ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരുന്നാൽ അത് തന്നെ ചുട്ടുപഴുപ്പിച്ച് ചൂടാക്കി ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഖുർആൻ തന്നെ നമ്മെ താക്കീത് ചെയ്ത സംഗതിയാണ്. ഏതായാലും സക്കാത്തിൻ്റെ കാര്യം അതും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മൂന്നാമത്തേതാണ് എന്ന് പറയുമ്പോൾ ഷഹാദത്തുള്ള നമസ്കാരമുള്ള ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. 3.
ഇത് മൂന്നുള്ള ആളുകൾക്കുള്ള നാലാമത്തെ കർമ്മമാണ് ഇസ്ലാം കാര്യങ്ങളിൽ നോമ്പ് എന്ന് പറയുന്നത്. റമദാനിലെ നോമ്പ് നമ്മളൊക്കെ ഇപ്പം അൽഹംദുലില്ലാ പൂർണ്ണമായും നോറ്റ ആളുകളാണ്. അതിൻ്റെ പ്രതിഫലമൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും ആ നോമ്പ് അത് കൃത്യമായി അനുഷ്ഠിച്ച ആളുകൾ, അപ്പം ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, അഞ്ചാമത്തേതാണ് എന്ത്? ഹജ്ജ് എന്ന് പറയുന്നത്. ഈ അഞ്ചിൻ്റെ ഇതിൻ്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ എന്ത്? ഹജ്ജ് എന്ന് പറയുന്നത്. ഈ 4 കർമ്മങ്ങളും ഈ ഹജ്ജിലുണ്ട്. അതാണ് രസം. ഹജ്ജിലുടനീളം ഷഹാദത്തുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമസ്കാരം ഹജ്ജ് വേളയിലുമുണ്ട്. നോമ്പും ഹജ്ജിൻ്റെ വേളയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബലിയിറക്കാൻ കഴിയാത്ത ആളുകൾ നോമ്പ് നോൽക്കണം എന്നാ, 10 നോമ്പ് നോൽക്കണം. അത് 3 ഹജ്ജിൽ തന്നെ നോൽക്കണം, ബാക്കി 7 നാട്ടിൽ വന്നിട്ടു എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധദാനമല്ലെങ്കിലും ധാരാളം ധർമ്മം ചെയ്യണം ഹജ്ജിൽ എന്നതാണ്. ഇഷ്ടം പോലെ ധർമ്മം ചെയ്യണം. നമുക്ക് പലപ്പോഴും ഈ റിയാൽ കൊടുക്കുമ്പോൾ നാട്ടിലെ പൈസയുമായി കണക്ക് കൂട്ടിയിട്ട് ചിലപ്പോൾ മടി തോന്നുമെങ്കിലും അതിനൊക്കെ കുറച്ച് നീക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ നിലക്ക് ധർമ്മവും ഹജ്ജിലുണ്ട്. പിന്നെ ഹജ്ജ് അത് തന്നെയാണല്ലോ നമ്മൾ നിർവഹിക്കുന്നത്. അപ്പോൾ എന്താണ് ഹജ്ജ് എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മറുപടി, ഒന്ന് ഇബാദത്താണ്, രണ്ടാമത്തേത് ഇസ്ലാം കാര്യങ്ങളിൽ 5ാമത്തെ കർമ്മമാണ് എന്നുള്ളതാണ്. ഇനി 3ാമത്തേത്, ചില ആളുകൾ പറയാറുണ്ട് ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം നൽകലാണ് ഹജ്ജ് എന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അവിടെ തെറ്റാണെന്നും അഭിപ്രായമുള്ളവരുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹജ്ജിൻ്റെ വിളി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിളിയാണ്. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകലാണ് ഹജ്ജ്. ഇബ്രാഹിം നബിയെ എന്ത് ചെയ്തതാണ്? ഹജ്ജിന് വിളിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചതാണ്. ഇബ്രാഹിം നബിയോട് പറഞ്ഞു അള്ളാഹു, ഞാൻ ആ ആയത്തൊന്നും ദീർഘമായിട്ട് ഓതുന്നില്ല, നമുക്ക് സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, നീ വിളിക്ക് ഇബ്രാഹിമെ ഹജ്ജിന് വേണ്ടിയിട്ട്. ആളുകൾ വരും. എവിടുന്ന്? ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന്. എങ്ങനെ വരും? നടന്നു വരും. മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറങ്ങളിലായിട്ട് വരും, വാഹനങ്ങളിലായി വരും. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി നടത്തിയ ആ വിളി, അതിൻ്റെ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നിതാ ആളുകൾ കൂട്ടം കൂട്ടമായി ലക്ഷക്കണക്ക് ആളുകളാണ് ഓരോ വർഷവും ഹജ്ജിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ വിളിയല്ല, അള്ളാഹുവിൻ്റെ വിളിക്കാണ് നമ്മൾ ഉത്തരം നൽകുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചിലർ പറയാറുണ്ട് ഇബ്രാഹിം നബിൻ്റെ വിളി എത്തിയിട്ടില്ല, ഞാൻ അതുകൊണ്ടാണ് ഹജ്ജിന് പോകാത്തത്. അത് ശരിയല്ല. ആ വിളിയൊന്നും ഇനി എത്തൂല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ വിളി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യത്തിൽ അള്ളാഹു നമ്മെ വിളിക്കുക. ഒന്നിപ്പോൾ ഈ പോക്ക് തന്നെ, ഹജ്ജിനുള്ള വിളി, നമ്മൾ ഉത്തരം നൽകി പോവുകയാണ്. രണ്ടാമതൊരു വിളി കൂടി ഉണ്ട്. അതേതാ? അറിയാമല്ലേ? അതിനും ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിന് വിളിക്കാൻ ഇബ്രാഹിം നബിയെ ഏൽപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവൻ പിടിക്കാൻ അള്ളാഹുവിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മലക്കുൽ മൗത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാന്ന് മാത്രം. പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ പോക്കും ആ പോക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ പോക്കിന് 2 വസ്ത്രമാണുള്ളത് എങ്കിൽ ആ പോക്കിന് 1 വസ്ത്രം കൂടി കൂടുന്നേ ഉള്ളൂ, 3 വസ്ത്രം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരണം എന്നുള്ള നിലക്കാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പം വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇബാദത്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകലാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്? ഇസ്ലാം കാര്യങ്ങളിൽ 5ാമത്തെ കർമ്മമാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 2ാമത്തെ ഭാഗം കൂടി പറഞ്ഞു നോക്കാം. അതായത് എന്തിനാണ് ഹജ്ജ് എന്നുള്ളത്. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. എന്തിനാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്? പറഞ്ഞോളൂ. എന്തിനാ പോകുന്നത്? തിരിച്ചു വരുമ്പോൾ നാട്ടിൽ ഹാജി എന്ന് വിളിക്കാനാണോ? ഹാജി എന്നൊരാളെ വിളിക്കേണ്ടത് പോകുന്നതിന് മുമ്പാണ്. ഹജ്ജിന് ഉദ്ദേശിച്ച ആളെയാണ്, അതിന് പുറപ്പെടുന്ന ആളെയാണ് ഹാജി എന്ന് പറയുന്നത്. ഹജ്ജ് കഴിഞ്ഞ് വന്നാലല്ല അയാളെ ഹാജി എന്ന് വിളിക്കേണ്ടത്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം, അവിടെ ആരെങ്കിലും കാണാനാണോ? ചിലർ പറയും സന്ദർശനത്തിനാണ് പോകുന്നത്.
അവിടെയൊക്കെ സ്ഥലങ്ങൾ കാണാൻ, കുറേ ഖബറിടങ്ങളുണ്ട് അത് കാണാൻ, അതല്ലെങ്കിൽ കുറേ പള്ളികളുണ്ട് അത് കാണാൻ, പിന്നെ മക്കയിലെയും മദീനയിലെയും ഒക്കെ പുണ്യസ്ഥലങ്ങൾ കാണാൻ. അതാണോ ഹജ്ജ്? അതിനാണോ ഹജ്ജിന് പോകുന്നത്? ചിലരവിടെ കുടുംബക്കാരെ കാണാനുണ്ടാവും, അതിനാണോ ഹജ്ജിന് പോകുന്നത്? ചിലർ മക്കൾക്ക് വിവാഹം ശരിയാകുന്നില്ല, അതിനു വേണ്ടി പോകുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് മക്കളില്ല, അപ്പോൾ അതുകൊണ്ട് മക്കളുണ്ടാകാൻ വേണ്ടി, അതിനാണോ ഹജ്ജ് എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്? സഹോദരങ്ങളെ, ഹജ്ജിന് പോകുന്നത് ഇതിനൊന്നുമല്ല, മറിച്ച് നമുക്ക് സ്വർഗം കിട്ടാനാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്. സ്വർഗം കിട്ടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വീകാര്യവും പുണ്യകരവുമായ ഒരു ഹജ്ജിന് പ്രതിഫലമില്ല, എന്തല്ലാതെ? സ്വർഗമല്ലാതെ എന്നാണ്. അപ്പോൾ സ്വർഗം ഉറപ്പാകുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നത്. എത്ര പൈസ ചിലവാക്കിയാലും പ്രശ്നമില്ല, എത്ര യാത്രയിൽ ബുദ്ധിമുട്ടിയാലും നമുക്ക് പ്രശ്നമില്ല, എത്ര പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും വിഷയമല്ല. സ്വർഗം കിട്ടുക എന്നതാണ് ലക്ഷ്യം. അതിനാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ അറിയേണ്ട ഒരു സംഗതിയുണ്ട്. സ്വർഗം കിട്ടണമെങ്കിൽ എന്തു വേണം? ആരാ സ്വർഗത്തിൽ പോവുക? സ്വർഗത്തിൽ പോയില്ലെങ്കിൽ എവിടെ പോവുക? നരകത്തിൽ പോവും അല്ലേ? ആരാ നരകത്തിൽ പോവുക? പാപങ്ങൾ ചെയ്ത ആളുകൾ അല്ലേ? അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ പാപിയായിക്കൊണ്ട് ഒരാൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ സ്വർഗത്തിൽ പോവുമോ? പോവില്ല. അവൻ എന്ത് ചെയ്യണം? അവൻ്റെ പാപങ്ങൾ പൊറുത്ത് കിട്ടണം. പാപങ്ങൾ പൊറുത്താലേ സ്വർഗത്തിൽ പോകൂ. പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു തയ്യാറാണ്. ഏതെങ്കിലും ഒരു അടിമ, ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുന്നു, ഒരു തെറ്റ് ചെയ്യുന്നു, ഉടനെ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുന്നു? ഇല്ല, അങ്ങനെയില്ല. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമേ അല്ല. തെറ്റ് തിരുത്താനും പശ്ചാത്തപിക്കാനും പൊറുക്കലിനെ തേടാനും പിന്നീട് നല്ല ജീവിതം നയിക്കാനും അവസരങ്ങൾ അള്ളാഹു നൽകും. അള്ളാഹു നിശ്ചയിച്ച ആരാധനാ കർമ്മങ്ങളിൽ പലതും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കൂടി കാരണമാകുന്നതാണ്. ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരത്തിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. ഒരു ജുമാ മറ്റൊരു ജുമായ്ക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. ഒരു റമദാൻ മറ്റൊരു റമദാനിനിടക്കുള്ള പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. അങ്ങനെയാണെങ്കിൽ ഹജ്ജോ? പറയേ, ഹജ്ജ് ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളോ? അതുണ്ടാവില്ല. കറക്റ്റ്. അതുവരെ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതേവരെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കാരണം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപക്കറകൾ പൂർണ്ണമായും കഴുകി വൃത്തിയാക്കി ഹൃദയത്തിന് ശുദ്ധമായ കൃത്യമായ പരിശുദ്ധി നൽകാവുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്? സ്വർഗം കിട്ടാൻ. സ്വർഗം കിട്ടണമെങ്കിൽ പാപം പൊറുക്കണം. അപ്പോൾ പാപം പുറത്ത് കിട്ടാൻ. പാപം പൊറുത്തില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ. ഇത് മൂന്നും കൂടി കൂട്ടിയൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ ചെയ്ത സകല പാപങ്ങളും പൊറുത്തു കിട്ടി ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ ഒരാരാധനാകർമ്മമാണ് എന്ത്? ഹജ്ജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർത്ത് വെക്കണം. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഫഇലാഹുക്കും ഇലാഹും വാഹിദുൻ, നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരാരാധ്യനാണ്. ഫലഹു അസ്ലിമൂ, അവന് നിങ്ങൾ കീഴൊതുങ്ങണം, അവന് നിങ്ങൾ ജീവിതം സമർപ്പിക്കണം. ഫബശ്ശിരിൽ മുഖ്ബിതീൻ,
മുഹ്ബിത്തീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക പ്രവാചകരെ എന്നാണ്. എന്താ പറഞ്ഞത്? നമ്മുടെ യജമാനനായ, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിന് നമ്മൾ കീഴൊതുങ്ങി ജീവിക്കണം. അസ്ലമ എന്ന് പറഞ്ഞാൽ മുസ്ലിമാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയനായി അനുസരണയുള്ളവനായി ജീവിക്കുക എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് പറഞ്ഞു നീ മുസ്ലിമാകുന്നു. യാതൊരു മടിയും കൂടാതെ ഇദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനിതാ എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് അദ്ദേഹം എത്രായിരം കിലോമീറ്ററുകൾ നടന്നു. കഅബ പടുത്തുയർത്താൻ പറഞ്ഞപ്പോൾ പടുത്തുയർത്തി. സ്വന്തം മകനെ ബലിയിറക്കാൻ പറഞ്ഞപ്പോൾ അതിനുപോലും അദ്ദേഹം തയ്യാറായി. സാക്ഷാൽ അഗ്നിപരീക്ഷയ്ക്ക് വരെ അദ്ദേഹം വിധേയനായി. അദ്ദേഹം മുസ്ലിമായിരുന്നു എന്നാണ്. അപ്പം നമ്മളോടും അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ മുസ്ലിം ആകണം എന്ന്. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച്, ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി മുസ്ലിമാകുന്നതിൻ്റെ പൂർണ്ണമായ ഒരു രൂപമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അഥവാ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തുന്ന, അതിന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ പാകപ്പെടുത്തുന്ന പരിപൂർണമായ ഒരാരാധനാകർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ എന്തിനാണ് ഹജ്ജ് എന്നുള്ളത്? എന്താണ് ഹജ്ജ് എന്നുള്ളത്? ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന് പറഞ്ഞു നോക്കൂ, എന്താണ് ഹജ്ജ്, എന്തിനാണ് ഹജ്ജ്? ഈ പറഞ്ഞതൊക്കെ പറഞ്ഞാൽ മതി, കൂട്ടി പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളും പുറത്തു കിട്ടി ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗത്തിൽ പ്രവേശനം നേടാൻ നമ്മെ സഹായിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, നാം നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന ആരാധനാകർമ്മം ഇസ്ലാം കാര്യങ്ങളിൽ 5-ാമത്തേതാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഓക്കെ, ഇതെന്തിനാ ഇത്രയും ഇതായിട്ട് പറഞ്ഞെന്ന് പറയും, ഇത്രയും സമയമെടുത്ത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഹജ്ജ് എന്നൊന്ന് പറഞ്ഞു തന്നാൽ പോരേന്ന്. അത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. മിക്ക ആളുകളും വന്നിട്ടുണ്ടാകുക അതിനു വേണ്ടിയായിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യുക അത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഓരോ ദിവസവും ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഇതുപോലെ വിശദമായി തന്നെ നമുക്ക് പറയാം. പക്ഷേ അവിടെ ചെന്നിട്ട് തവാഫിൽ എന്താ പറയേണ്ടത്, സഅയിൽ എന്താ ചെയ്യേണ്ടത്, അറഫയിൽ എന്താ ദുആ ചെയ്യേണ്ടത്, മിനയിലും മുസ്ദലിഫയിലും ഒക്കെ എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞത്. അപ്പോൾ മനസ്സിലായോ എന്താ തവാഫിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന്, എന്താ സഅയിൽ ചോദിക്കേണ്ടത്, അറഫയിലും മിനയിലും മുസ്ദലിഫയിലും നമ്മൾ എന്താണ് നമ്മുടെ പടച്ച തമ്പുരാനോട് പറയേണ്ടത് എന്നിപ്പോൾ കിട്ടിയോ? കിട്ടണം. അതായത് നമ്മുടെ പാപം മുഴുവനും പുറത്ത് കിട്ടാൻ ചോദിക്കണം. എണ്ണി എണ്ണി പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ വാശിയും വൈരവും വക്കാണൊക്കെ ഇല്ലേ, നമ്മുടെ ദുർവാശികളൊക്കെ ഇല്ലേ, നമ്മുടെ കിബിർ അഹങ്കാരമൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റിവെച്ച് ഒരു വിനീതദാസനായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള തൗഫീക്കിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ദാനമായി നമുക്ക് കിട്ടുന്ന സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ഇനി എന്താ പ്രാർത്ഥിക്കേണ്ടത്, ആ പ്രാർത്ഥനയുടെ വചനങ്ങൾ എന്താണെന്ന് ചോദിക്കണ്ടേ? ഇപ്പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നെഞ്ഞുരുകി അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് അറബി തന്നെ പ്രാർത്ഥിച്ചോളണമെന്നൊന്നുമില്ല.
നമ്മുടെ മനസ്സിൻ്റെ ഭാഷയിൽ നമ്മുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ദുനിയാവിലെയും പരലോകത്തെയും സകല നന്മകൾക്കും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. അതിനുള്ള പ്രാർത്ഥനകളൊക്കെ വരുന്നുണ്ട്, അത് പറയാം. അപ്പോൾ ഇതാണ് ഹജ്ജ് എന്താണ്, എന്തിനാണ് എന്ന ഭാഗത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ ഇനിയിപ്പോൾ ഒരു സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണ് ഹജ്ജ് എന്നതാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്കതിനുള്ള അത് കേൾക്കാനും പറയാനും കേൾക്കാനും ഒക്കെയുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരല്പസമയം ഇടവേളയെടുക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.